പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവായി ഹാപ്പിയായി വീട്ടിൽ പോയിട്ട് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടൊരു ഫോൺ കോൾ ഉണ്ട്. വളരെ ടെൻഷൻ അടിച്ച്, ഡോക്ടർ എനിക്ക് കുറച്ച് ബ്ലീഡിങ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്തിരി സ്പോട്ടിങ്, അല്ലെങ്കിൽ വളരെ ഡിസ്ചാർജിനൊപ്പം കുറച്ച് ഇങ്ങനെ ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ട് വരുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ, എന്തായിരിക്കും പ്രശ്നം? ഒരു പ്രഗ്നൻസി ബ്ലീഡിങ് അല്ലെങ്കിൽ ഗർഭത്തിന് തുടക്കത്തിൽ ഒരു 6-8 ആഴ്ചയ്ക്കുള്ളിലുള്ള ബ്ലീഡിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഇങ്ങനെയുള്ള ബ്ലീഡിങ് ഉണ്ടാകുന്നതിന് 3-4 കാരണങ്ങൾ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും പറയുന്നത് ഒന്ന് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്നാണ്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്നാൽ നമ്മുടെ ഭ്രൂണം, അതായത് എംബ്രിയോ എന്ന് പറയും. ബേബിയുടെ ആദ്യത്തെ ഗ്രോത്തിൻ്റെ പടിയാണ് എംബ്രിയോ എന്ന് പറയുന്നത്. ആ എംബ്രിയോ അമ്മയുടെ യൂട്രസിൻ്റെ അകത്ത് ഇരുന്ന് വളർന്നു വരുന്ന വഴിക്ക് നമ്മുടെ യൂട്രസിനകത്തുള്ള ബ്ലഡ് വെസൽസിലെ ആ രക്തഓട്ടത്തിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന ഒരു ബ്ലീഡിങ്ങാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആയിട്ട് കരുതപ്പെടുന്നത്. അത് ചെറിയ സ്പോട്ടിങ് ആയിട്ടോ ഒരു ദിവസത്തിൽ താഴെ മാത്രം നിൽക്കുന്ന ഒരു ബ്ലീഡിംഗ് ആണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്ന് പറയുന്നത്. അത് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമല്ല. പിന്നെ പറയുന്ന ഒരു കാരണം, യൂട്രസിലുണ്ടാകുന്ന അതേ മാറ്റങ്ങൾ തന്നെ ഈ പ്രഗ്നൻസിയോടൊപ്പം യൂട്രസിൻ്റെ ഗർഭാശയ മുഖത്ത്, അതായത് സെർവിക്സ് എന്ന് പറഞ്ഞ ഭാഗത്തും ഉണ്ടാകാറുണ്ട്. സെർവിക്സ് വളരെ സോഫ്റ്റ് ആവുകയും അതിനകത്ത് രക്തോട്ടം കൂടുകയും ചെയ്യാം. അപ്പോൾ ആ സമയത്ത് സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ചെറിയ മുറിവുകളുണ്ടായിട്ട് അവിടെ നിന്നും കുറച്ച് ബ്ലീഡിങ് ഉണ്ടാകും. അതും ഇങ്ങനെ ബ്ലീഡിങ് ആയിട്ട് വരാറുണ്ട്. പിന്നെ ഒരു പക്ഷേ ഇത് അബോർഷൻ്റെ ഒരു ലക്ഷണമാകാം, ഏർലി അബോർഷൻ്റെ ഒരു ലക്ഷണമായിട്ടും വരാറുണ്ട്. പിന്നെ പറയുന്ന പ്രധാനമായിട്ടുള്ളത് ഏറ്റവും കുറച്ച് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ് എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയുന്നത്. യൂട്രസിൻ്റെ പുറത്ത് എവിടെയെങ്കിലും പ്രഗ്നൻസി ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ബ്ലീഡിങ് ഉണ്ടായാൽ എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്യുക. ഡോക്ടർ ആദ്യം ചെയ്യുന്നത് നിങ്ങൾക്കൊരു സ്കാൻ ചെയ്യും. സാധാരണഗതിയിൽ വജൈനൽ സ്കാൻ, അതായത് ഉള്ളിലൂടെ സ്കാനിങ് ആണ് ചെയ്യുന്നത്. സ്കാൻ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ പ്രഗ്നൻസി എവിടെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. യൂട്രസിൻ്റെ ഉള്ളിൽ ഇൻട്രായൂട്രൈൻ പ്രഗ്നൻസി ആണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ബേബിയുടെ ഫീറ്റൽ പോൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കും. ഫീറ്റൽ പോൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബേബിക്ക് കാർഡിയാക് ആക്ടിവിറ്റി, ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കും. ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് മെജോറിറ്റി 90% വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു നോർമൽ പ്രഗ്നൻസി ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. അഥവാ ഇനി ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ നിങ്ങൾക്ക് ഒരു 10 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച ഇൻ്റർവെല്ലിൽ വന്നിട്ട് ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കാനായിരിക്കും പറയുന്നത്. ഓവുലേഷൻ തെറ്റായിട്ട് വരുന്നവരിൽ, ഒരു ലേറ്റ് ആയിട്ട് കൺസീവ് ചെയ്യുന്നവരിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് താമസിച്ചായിരിക്കും ഹാർട്ട് ബീറ്റ് ഒക്കെ വരുന്നത്. അതിനോടൊപ്പം തന്നെ ഡോക്ടർ നിങ്ങൾക്ക് ഒരു പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇത് പ്രഗ്നൻസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഹോർമോണാണ്. അപ്പോൾ ഏർലി പ്രഗ്നൻസി ബ്ലീഡിങ് അല്ലെങ്കിൽ ആദ്യത്തെ 6-8 ആഴ്ചയ്ക്കുണ്ടാകുന്ന ബ്ലീഡിങ്ങും അത്ര സീരിയസ് ആയിട്ട് കാണണ്ട, ടെൻഷൻ അടിക്കേണ്ട. ഏകദേശം 20-25% ഗർഭിണികളിൽ ഈ ബ്ലീഡിങ് ഉണ്ടാകാറുണ്ട്.